ലാവണ്യ, എന്തിനാ നിങ്ങൾ ഇവിടേക്ക് ഓടി വന്നേ? ഞാൻ രാവിലെ നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചതാ. അത് രാവിലെ അങ്ങ് പറഞ്ഞ പോരായിരുന്നോ? ജോലി സ്ഥലത്ത് വന്ന് എന്തിനാ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നേ? അത് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. താമ്പരത്തിനടുത്തുള്ള നമ്മുടെ സ്ഥലമില്ലേ, അത് കാണാൻ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ കയ്യിൽ 10 പൈസയില്ല. നീ ഒരു 1000 രൂപ തരുവാണെങ്കിൽ എന്റെ വട്ടച്ചെലവൊക്കെ ഇങ്ങോട്ട് നടന്നു പോയേനെ. ആക്ച്വലി ഞാനിത് വീട്ടിൽ വെച്ച് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. എന്നാ അമ്മയുടെ അനിയന്റെ ഒക്കെ മുമ്പിൽ വെച്ച് ചോദിച്ചാ എന്റെ ഇമേജ് അങ്ങോട്ട് പോവില്ലേ, അതുകൊണ്ടാ. ഇതിന് മാത്രം ഒരു മടിയുമില്ല. ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ നാട് മുഴുവൻ ചുറ്റുന്നതിന് പകരം നിങ്ങളുടെ പഠിപ്പിനനുസരിച്ച് നല്ലൊരു ജോലി അന്വേഷിച്ചിരുന്നെങ്കിൽ 4 കാശ് സമ്പാദിക്കായിരുന്നില്ലേ? നീ എന്താ ഈ പറയുന്നത്? ഈ ലാലിന്റെ സെയിലൊന്ന് കഴിഞ്ഞാണല്ലോ, പിന്നെ നീ കണ്ടോ? ഇത് തന്നെയല്ലേ കല്യാണത്തിന് ശേഷം ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. എന്റെ ആത്മവിശ്വാസം കളയല്ലേ ലാവണ്യ. റിയൽ എസ്റ്റേറ്റിലൂടെയാ പലരും കോടീശ്വരന്മാരായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ കച്ചവടത്തിൽ എനിക്ക് നല്ലൊരു കമ്മീഷൻ കിട്ടും. അത് കിട്ടിയതിന് ശേഷം ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പോവാ. ഒരു വലിയ ഹോട്ടൽ ആരംഭിച്ച് നിന്നെ അതിന്റെ റാണിയാക്കി ഞാൻ പ്രതിഷ്ഠിക്കും. പിന്നെ എനിക്ക് ആ ജോലിക്ക് കൊണ്ട് ആവശ്യമുണ്ടോ? പറ. പാചകോടിക്ക് ഒരു കുറവുമില്ല. താങ്ക്സ് ലാവു. എന്ത് പണിയാ കാണിച്ചേ? വൈഫിനെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ നിൽക്കുവാണോ? അത് പോവാം നമുക്ക്. എന്തൊക്കെയുണ്ട് സിസ്റ്ററെ? സുഖായിരിക്കുന്നു. ആരുടെ മുഖം കാണരുതെന്ന് വിചാരിച്ചോ? അവള് തന്നെ ഇപ്പൊ മുമ്പിൽ വന്ന് നിൽക്കുക. അല്ലേ സിസ്റ്ററെ, നിന്റെ അനിയത്തി വിജയലക്ഷ്മി അല്ലേ ഇത്? വിജയലക്ഷ്മി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖാണോ? കണ്ടിട്ട് എത്ര വർഷമായി? അല്ല, ഇവിടെ എന്താ ചെയ്യുന്നേ? ഞാൻ ഈ കടയിലാ ജോലി ചെയ്യുന്നത്. അല്ല, നിന്റെ അനിയത്തി ആരുടെ കൂടെ ഒളിച്ചോടിപ്പോന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അവളെ കാണുക പോലുമില്ലെന്ന് വീരവാദം മുഴക്കിയില്ലേ? ഇപ്പോ അനിയത്തെ സ്വീകരിച്ചോ നീ? പിന്നെ മുരളി, എന്താ നടന്നെന്നറിയാതെ വെറുതെ പുലമ്പരുത്. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ചേട്ടാ, അവളെ ഞങ്ങൾ വീട്ടിൽ കയറ്റിയിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് നാട്ടുകാരുടെ മുമ്പിൽ നാണോ മാനോ ഒക്കെ ഉണ്ട്. അതില്ലാത്തവരുടെ അടുത്ത് ചെന്നങ്ങ് പറഞ്ഞാ മതി. നീ ചേർത്തതല്ലായിരിക്കും. നീ ജോലി ചെയ്യുന്ന കടയിൽ തന്നെയല്ലേ നിന്റെ നാത്തൂന് ജോലി ചെയ്യുന്നേ? അത് മാത്രമല്ല, നീ ഒരുപാട് വർഷമായിട്ട് കടയിൽ ജോലി ചെയ്യുന്നല്ലേ? അവള് നിന്റെ ശുപാർശയിലല്ലേ ഇവിടെ ജോലിക്ക് കയറിയത്? ഞാനല്ല അവൾക്ക് ഇവിടെ ജോലി കൊടുത്തത്. എന്നെ നാണം കെടുത്താന്നുള്ള ഉദ്ദേശത്തില് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് വന്ന് ഇവള് കയറിയതാ. ഞങ്ങൾക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. എന്താണോ ഞാൻ എത്ര പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ല? നീ പിന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. നോക്ക്, ദേഹത്തോട്ടുള്ള കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട. മര്യാദയ്ക്ക് കൈയെടുക്കുക, അതാ നല്ലത്. നിന്റെ സംസാരോടെ നല്ലതല്ലാത്തത്. വിടറാ. നീ മര്യാദക്കാരനാണെങ്കിൽ ഞാനത് പറയേണ്ട കാര്യമുണ്ടോ? നാണോ മാനല്ലാതെ നിന്റെ കൂടെ ഞാൻ പാർട്ട്ണർഷിപ്പ് ചേർന്നത്. എനിക്കിത് കിട്ടണോടാ. സത്യം പറയുമ്പോ എന്റെ ഷർട്ടക്കറി പിടിക്കുമല്ലേ? കാശിന് ആവശ്യം വന്നപ്പോ എന്റെ ക്ലയന്റിനെ നിനക്ക് തന്നവനാ. എന്നിട്ട് എന്റെ കുത്തിന് പിടിക്കുമല്ലേ? ഇനി താമ്പരത്തെ ലാൻഡിന്റെ കാര്യം നീ നോക്കണ്ട, അത് ഞാൻ നോക്കിയടാ. ഓടാ അവിടുന്ന്. ഇപ്പൊ നിനക്ക് സന്തോഷായോ? വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയി ഞങ്ങളെ നാണം കെടുത്തി. ഇപ്പോ ഈ കടയിൽ ജോലി കയറി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു. ഇനി ജീവൻ മാത്രമേ ബാക്കിയുള്ളൂ, അതും കൂടെ എടുത്തോ. അതുകൊണ്ടാ നിന്നോട് ഈ കടയിൽ ജോലി ചെയ്യുന്ന 1000 വട്ടം പറഞ്ഞത്. ഇപ്പൊ കണ്ടില്ലേ? എന്റെ ഫ്രണ്ടിന്റെ മുഖത്ത് നോക്കി പറഞ്ഞേക്ക് നീ കേട്ടില്ലേ? ഹലോ, നിങ്ങളുടെ പ്രശ്നം എന്റെ തലയിലിടേണ്ട കാര്യമില്ല. ഞാൻ ഈ കടയിൽ ജോലി ചെയ്യാൻ വന്നതാ. ആരോ എന്തോ സംസാരിച്ചെന്ന് വെച്ച് എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാ? നിങ്ങളെ അപമാനിച്ചെങ്കിൽ അത് നിങ്ങള് അയാളോട് ചോദിക്കേണ്ടത്. ഞാൻ എവിടെ ജീവിക്കണം, എങ്ങനെ ജീവിക്കണോന്ന് മറ്റുള്ളവരെ ഡിസൈഡ് ചെയ്യണ്ട. പിന്നെ വെറുതെ ഇങ്ങനെ വരട്ടുന്നത് നിർത്തിക്കോ. എടി, നീ ചെയ്ത നാണം കെട്ട കാര്യത്തിനാടി ഞങ്ങളിപ്പോ അനുഭവിക്കുന്നേ. നീ കാരണം ഇദ്ദേഹം നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുന്നേ. ഇനി എന്റെ ഭർത്താവിന് നേരെ വിരല് ചൂണ്ടി സംസാരിച്ച നിന്റെ പൊല്ലടിച്ച് പൊഴിക്കും, പറഞ്ഞേക്കാം. എവിടെ പല്ലടിച്ച് പൊഴിക്കുന്ന ഞാനൊന്ന് കാണട്ടെ. നിങ്ങൾ എന്നെ അടിക്കുന്നവരെ ഞാനത് നോക്കി നിൽക്കുന്നാണോ?
എന്താ നിങ്ങൾ വിചാരിച്ചേ? തിരിച്ചു ഞാനും. ഏയ്, എന്താടി കൈ ഒങ്ങുന്നോ? എന്നെ അടിക്കോടി, അടിക്കടി എന്നെ അടിക്കാൻ. കാണിച്ചു തരാ ഞാനൊന്നും പറയാറില്ല, ചെയ്തിട്ട് പോകുന്നതാ പതിവ്. എന്താ ഇവള് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിങ്ങളിങ്ങനെ മിണ്ടാതെ നിന്നോ. എന്താ ലാവണ്യ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഒന്നുമില്ല സർ, ഹസ്ബൻഡ് വന്നപ്പോ ഒരു കാര്യം സംസാരിക്കായിരുന്നു. ആ ശരി ശരി, ചെന്ന് ജോലി നോക്ക്. ശരി, ഞാൻ പോയിട്ട് വരാം. നിങ്ങൾ എന്നെ അടിക്കുന്നവരെ ഞാനത് നോക്കി നിൽക്കുന്നാണോ? എന്താ നിങ്ങൾ വിചാരിച്ചേ? തിരിച്ചു ഞാനും. നോക്കിക്കോടെ, ഇനി കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ നിന്നെ ഇവിടുന്ന് ഇറക്കി വിടുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ. ശൃംഗാരവേല സകലേശ്വര ദീനബന്ധോ സന്താപനാശ സനാതന ശക്തിഹസ്ത ശ്രീ കാർത്തികേയ മമദേഹി കരാവലംബ പഞ്ചാതിരിവാസ സഹജാസുര സൈന്യനാഥ പഞ്ചാമൃത പ്രിയ ഗുഹ സകലാധിവാസ ഗംഗേതു മൗളിതനയ മഹിളാസുനാസ്ഥ ശ്രീ കാർത്തികേയ നമോ നമഃ. അതെ, അത് നിങ്ങളുടെ വല്ലിച്ചന്റെ മോള് ദേവയാനിയല്ലേ? അതെ ശോഭന, വാ. എടാ രവീന്ദ്ര, എന്തൊക്കെയുണ്ടോ വിശേഷം? ചേച്ചി ചേച്ചി സുഖം തന്നെയല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അളിയനെങ്ങനെ ഇരിക്കുന്നു? ആ സുഖമായിട്ടിരിക്കുന്നു. സുഖമായിരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. എടാ, നീ ലണ്ടനിലാണെന്നല്ലേ പറഞ്ഞേ? പിന്നെന്താ ഇവിടെ ചുറ്റിക്കറങ്ങുന്നേ? എപ്പോഴാ വന്നേ? ഇന്നലെ ചേച്ചി വന്നത്. എന്റെ മോള് പ്രീതി ഉണ്ടല്ലോ, അവള് ഫാഷൻ ഡിസൈനിങ് പഠിച്ചോണ്ടിരിക്കുക. ഇവിടെ ഒരു 6 മാസം സ്പെഷ്യൽ കോഴ്സ് പഠിക്കാനുണ്ട് അവക്ക്. അതുകൊണ്ട് അവളെ കോളേജിൽ ചേർത്തിട്ട് ആ കോഴ്സ് കഴിഞ്ഞ ഉടനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാ നിൽക്കുന്നത്. അപ്പൊ ശോഭന ഈ അമ്പലത്തിലൊന്ന് പോകാന്ന് പറഞ്ഞു. അങ്ങനെയാ വന്നത്. അല്ല, നീ ലണ്ടനിൽ നിന്ന് വന്നല്ലോ. ഇവിടെ ഇങ്ങനെ ഒരു ചേച്ചിയുണ്ട്, എന്നെ കാണണം, അളിയനെ കാണണം എന്ന ചിന്തയൊന്നും നിനക്ക് വന്നില്ലേ?